بسم الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله والصلاة والسلام على من أرسله بالهدى ودين الحق وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم حب النبي ومدحه خير العمل وعسى الإله به يبلغه العمل وله بنيل شفاعة طه كفل عند الإله منغمة نعيما صلوا عليه وسلموا تسليما. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ, മുത്തുനബിയുടെ മീലാദ് ആഘോഷത്തിന്റെ ഭാഗമായി സഅദിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് സംഘടിപ്പിച്ച ഗ്രാവിറ്റാസിന്റെ വേദിയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തരുണത്തിൽ സ്വലാത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൗഹീദിന്റെ സംസ്ഥാപനവുമായി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ വസീലയും മാർഗദർശകരുമാണ്. സഹോദരന്മാരെ, അല്ലാഹു തആല മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അവൻ സൃഷ്ടിച്ചത്. ആ മനുഷ്യരിലേക്ക് ധാരാളം നബിമാരെ അല്ലാഹു തആല നിയോഗിച്ചു. അവരിൽ അവസാനത്തെ നബിയായി കടന്നു വന്നവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ച മാർഗദർശനങ്ങളാണ് നമ്മുടെ ഇഹപര വിജയത്തിന്റെ നിദാനം. അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ജീവിത രീതികളും മാതൃകകളുമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടത്. എന്നാൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ അത് എത്രമാത്രം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ് എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അള്ളാഹു തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാ അമലുകളിലും പ്രതീക്ഷ വളരെ കുറവാണ്. എല്ലാ അമലുകളും തട്ടപ്പെടാനും കൊള്ളപ്പെടാനും സാധ്യതയുള്ളവയാണ്. എന്നാൽ തട്ടപ്പെടാത്ത കൊള്ളപ്പെടാത്ത ഒരേ ഒരു അമൽ അതേതാണ്? അസ്സലാത്തു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നബി തങ്ങളുടെ മേലുള്ള സലാത്താണ് നമുക്ക് ഏറ്റവും ആധികാരികമായി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുള്ള സംഗതി. ഏതാണ് അത്? ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹമാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പാടിയില്ലേ, ഹുബ്ബുൻ നബിയ്യു വമദ്ഹുഹു ഖൈറുൽ അമൽ വസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തി ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഗമത നഈമാ. ആ സ്നേഹം ലഭിക്കാൻ വേണ്ടത് എന്താണ്? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. അതാണല്ലോ വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിച്ചത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്കറിയുമോ സലാത്തിന്റെ മജ്ലിസുകൾ ഹബീബായ തങ്ങൾ കാണുകയാണ്. നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല എന്ന സൂക്തത്തിലൂടെ വിശുദ്ധ ഖുർആൻ ആധികാരികമായി അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുക.
അതിനു പറ്റിയൊരു മാസം കൂടിയാണ് അവിടുത്തെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം. ഒരൊറ്റ സംഭവം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. ഇമാം ഖുർത്തുബി അവിടുത്തെ ദിക്റിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം, ഇമാം ഹസനുൽ ബസരി അവിടുത്തെ സന്നിധിയിലേക്ക് ഒരു സഹോദരി വന്നുകൊണ്ട് പറയുകയാണ്, അനതിൽ കംറഅത്തുല്ലതി അൽംത ഉമ്മി അസ്സലാം, എൻ്റെ മകൾ വഫാത്തായി പോയി, എനിക്ക് അവളെ കാണാൻ ആഗ്രഹമുണ്ടല്ലോ, അവളെ കാണാൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരുമോ? മഹാനവറുകൾ ഒരു സലാത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സഹോദരി സലാത്ത് ചൊല്ലിയപ്പോൾ ആ സഹോദരി തന്റെ മകളെ സ്വപ്നത്തിൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോൾ സന്തോഷകരമായ ഒരു ജീവിതമല്ല മകൾക്കുള്ളത്. ആ സ്ത്രീ ഉടൻ തന്റെ മഹാനവറുകളുടെ അടുത്ത് വന്ന് വിവരം പറയുകയാണ്. കുറെ നാളുകൾ കഴിഞ്ഞുപോയി. മഹാനവറുകൾ ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗീയ കിരീടം ധരിച്ച് കട്ടിലിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെയാണ് കാണുന്നത്. അവൾ ചോദിക്കുന്നു, ഞാൻ ആരാണെന്നറിയുമോ? ഇല്ല എന്ന് മറുപടി നൽകിയപ്പോൾ അനതിൽ കംറഅത്തുല്ലതി അല്ലംത ഉമ്മി അസ്സലാം, നിങ്ങൾ സലാത്ത് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ആ സ്ത്രീയുടെ മകളാണ് ഞാൻ. നേരത്തെ ഞാൻ ശിക്ഷ അനുഭവിച്ചുവെങ്കിലും ഇപ്പോൾ എനിക്ക് സന്തോഷകരമായ ജീവിതമാണ്. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ ഖബറിന്റെ അരികിലൂടെ ഒരാൾ സ്വലാത്ത് ചൊല്ലി കടന്നുപോയി. അതിന്റെ ബറക്കത്ത് കാരണമായി ഞങ്ങളുടെ മേലുണ്ടായ അദാബുകൾ ഉയർത്തപ്പെട്ടുപോയി. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് എല്ലായിടത്തും രക്ഷയാണ് സ്വലാത്ത്. ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. അവസാനമായി ഒരു കാര്യം കൂടി ഉണർത്തട്ടെ. ആത്മാവിന്റെ അന്തരംഗങ്ങളിൽ അത്യാത്മികതയുടെ അമരത്തിരുന്നു മാലോകരുടെ മനതലങ്ങളിൽ മാണിക്യ കൊട്ടാരം തീർത്ത ഹബീബുനാ വ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനോടുള്ള അടങ്ങാത്ത അനുരാഗമാണ്, ആത്മഹർഷമാണ്, ആകെയുള്ള ആനന്ദത്തിന്റെ നിദാനമെന്ന് മനസ്സിലാക്കി അവിടത്തോടുള്ള സ്നേഹം മനസ്സാവാച കർമ്മണ ഉൾക്കൊണ്ട് മുന്നേറാനും മുത്തുനബിയെ അനുധാവനം ചെയ്ത് പൂർണ്ണ മഹബത്തിലായി ജീവിച്ചു മരിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.